നമസ്കാരം ഡോക്ടർ. ഇവോൾവ് ആയുർവേദ ഞാൻ അത്രയും എനിക്ക് ഓൾറെഡി ആരും റെക്കമെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി മുൻ പരിചയത്തിലൊന്നും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച ആളല്ല. ഞാൻ ഇൻസ്റ്റഗ്രാം തന്നെ ഞാൻ വളരെ ചുരുങ്ങി ഉപയോഗിക്കുന്ന ആളാണ്. അത് എന്തോ ഒരു നിയോഗത്തിൽ ഞാനത് നോക്കിയപ്പോൾ അതിലൊരു ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു. എനിക്ക് ആയുർവേദത്തിനെ കുറിച്ച് ഞാൻ 2018 പാസ് ഔട്ടാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്ന്. 2018 പാസ് ഔട്ടായ ഉടനെ തന്നെ ഒരു ക്ലിനിക്ക് ഇട്ടു. എൻ്റെ ക്ലിനിക്ക് ഇതായി. പിന്നെ ഡോക്ടർ പറഞ്ഞ അതുപോലെ തന്നെ കോവിഡ് എന്നെ വല്ലാതെ കോവിഡ് എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും ഞാൻ പാസ് ഔട്ടായ ഉടനെ ക്ലിനിക്ക് ഇട്ട ഒരാളാണെങ്കിൽ കൂടി എനിക്ക് അത്യാവശ്യം റൺ ചെയ്ത് പോകാനും എനിക്ക് മാനസികമായി സമാധാനം സന്തോഷം തന്നിരുന്നു എൻ്റെ ക്ലിനിക്ക്. പക്ഷെ കോവിഡ് ഇതെല്ലാം എന്നെ മാറ്റിമറിച്ച് എനിക്ക് ക്ലിനിക്ക് ക്ലോസ് ചെയ്യേണ്ട ഒരവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അത് ആയപ്പോൾ ഞാൻ എന്തായാലും ഞാൻ തളർന്നിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കല്യാണമായി. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വേറെ കുറേ കാര്യങ്ങൾ PG പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ താജിൽ ഡോക്ടറായിട്ട് ആയുർവേദ വിങ്ങിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. അതൊന്നും എനിക്ക് ഞാൻ ക്ലിനിക്ക് റൺ ചെയ്തിരുന്നപ്പോൾ ഉള്ളൊരു സന്തോഷവും സമാധാനവും ഒന്നും എനിക്ക് കിട്ടാതെ വന്നതുകൊണ്ടും എന്നാൽ എനിക്ക് ക്ലിനിക്കിലെ ലാസ്റ്റ് ടൈമിൽ കോവിഡ് ടൈമിൽ എനിക്കുണ്ടായിട്ടുള്ള ആ ക്ലിനിക്ക് റൺ ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന എൻ്റെ ഒരു കഷ്ടപ്പാട് എനിക്കത് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്ക് ആയുർവേദ ഡോക്ടേഴ്സിന് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് എത്രയാണെന്നൊക്കെ ശരിക്കും ഒരുപാട് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴൊക്കെ റിയലി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ക്ലാസ് അറ്റൻഡ് ചെയ്ത്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ രണ്ടാമത് എല്ലാം പൊടി തട്ടി ഞാൻ എൻ്റെ ക്ലിനിക്ക് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം, ആയുർവേദത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും എൻ്റെ കോൺട്രിബ്യൂഷൻസ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതിന് രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഒരു മനസ്സുകൊണ്ട് തയ്യാറായ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പേജ് കണ്ടത്. അതുകൊണ്ടായിരിക്കാം ഞാൻ അതിൽ ശ്രദ്ധിച്ചതും ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഉറച്ച് തീരുമാനിച്ചതും. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണോ ഞാൻ അനുഭവിച്ചത്, സ്റ്റക്ക് എന്നൊക്കെയുള്ള വാക്ക് ശരിക്കും ഞാൻ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിനിക്കിൻ്റെ കാര്യങ്ങൾ തിരഞ്ഞ് പുറത്തോട്ട് ഇറങ്ങും, എവിടെ ക്ലിനിക്ക് ഇടാൻ തോന്നും. പക്ഷേ എനിക്ക് ഉള്ളിൽ നിന്ന് ഞാൻ ശരിക്കും സ്റ്റക്കായി നിൽക്കുക. ഞാൻ ഉള്ളിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും നിറവേറ്റാൻ എന്തൊക്കെയോ തടസ്സങ്ങളായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യണം. എനിക്ക് ഓൾറെഡി എന്തുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ റൺ ചെയ്തിരുന്നൊരു ക്ലിനിക്ക് കോവിഡ് മാത്രമല്ല ഒരു റീസൺ എന്ന് എനിക്കറിയാം. കോവിഡ് ഒരു റീസണാണ്, ഒരു വലിയൊരു റീസൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മാർക്കറ്റിങ്ങിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഞാൻ കുറേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഇനി രണ്ടാമതും ഇതെല്ലാം തിരുത്തി എനിക്ക് മുന്നോട്ട് വരണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെ വരണം, അത് എവിടെ ഞാൻ ക്ലിയർ ചെയ്യണം, ആരുടെ സഹായത്താൽ ഞാൻ ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് അറിയാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം, എനിക്കെന്തോ വിത്ത് ഗോഡ്സ് ഗ്രേസ് ഞാനൊരു ശരിക്കിനുള്ള ഒരു ആളുടെ അടുത്താണ് എത്തിപ്പെട്ടതെന്നൊക്കെയുള്ളൊരു മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഡോക്ടർ, താങ്ക് യു സോ മച്ച്.